ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ഞാനിപ്പോൾ വന്നത്. ഇപ്പോൾ ഇതുപോലെ പലരും വഴിയിൽ വന്ന് നിൽക്കുന്നുണ്ട്. രാജസ്ഥാൻ അല്ലെങ്കിൽ ബീഹാറിലെയൊക്കെ ബില്ലുകളായിരിക്കും അവരുടെ കയ്യിലുള്ളത്. അവർ ഇതുപോലത്തെ ഒരു 18,000 20,000 രൂപയുടെ ബില്ലിങ്ങിന് പ്രൈസ് വന്ന ഒരു ബില്ലായിട്ട് അവർ കാണിക്കും. എന്നിട്ട് പറയും ഞാൻ അവിടെ നിന്ന് മേടിച്ചാണ്, ഞാൻ കേരളത്തിൽ വന്ന് പെട്ടുപോയി, എനിക്ക് അത്യാവശ്യമായിട്ട് പൈസ വേണം, ഒരു 2,000 രൂപ തന്നാൽ മതി, അല്ലെങ്കിൽ 3,000 രൂപ തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അവർ വരും. പക്ഷേ ഫോൺ ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ഫോണാണിത്. ഇതൊക്കെ ക്യാമറയുടെ പോലെയൊക്കെ വെച്ചേക്കണേണ്. ഈ പല ബ്രാൻഡുകളിൽ വരും. ഐഫോണിൻ്റെ പേരിൽ വരും, ഒപ്പോ, വിവോ. ഇതിപ്പോൾ വന്നേക്കുന്നത് റിയൽമിയുടെ പേരിലാണ് ഇത് വന്നേക്കുന്നത്. വേണ്ട ചാത്തൻ ബാറ്ററിയൊക്കെ വെച്ചിട്ട് ഇത് ക്യാമറ പോലും വെച്ചിട്ടുണ്ടെങ്കിലും ക്യാമറ ഒന്നും ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യില്ല. ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി വേണ്ട, ഇത്രയും കുറഞ്ഞ ഡിസ്പ്ലേ ക്വാളിറ്റിയിലാണ് വന്നത്. ക്യാമറ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ ഇവിടെ വന്നപ്പോഴാണ് നമ്മളിത് കാണുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഒത്തിരി പേരായി ഇവിടെ ഈ ഒരു സെയിം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് വന്നത്. എല്ലാവരും പറയണത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഇത് പുതിയതാണ്, ഒറിജിനലാണെന്ന് പറഞ്ഞിട്ടാണ് പലരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇത് ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് സിംഗപ്പൂർ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ, ഡൽഹി തന്നെ ഉണ്ടാക്കുന്നതായിരിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഒരാൾക്ക് ഇതുപോലത്തെ ഒരു അബദ്ധം പറ്റരുത്. ഓക്കെ, താങ്ക് യു.